ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇപ്പോൾ ഈ കഴിഞ്ഞ +2 മാത്സിലെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കി നോക്കാം. കൺസിഡർ എ റിലേഷൻ R is equal to xy belongs to R, x minus y is an integer. Show that R is an equivalence relation. ഇവിടെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് ഷോ ചെയ്യേണ്ടത്? ദിസ് റിലേഷൻ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം, ഷോ ചെയ്യണം. അപ്പോൾ ഈക്വലൻസ് റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 3 കണ്ടീഷൻസ് എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലേ? അതിലത്തെ ഫസ്റ്റ് വൺ എന്താണ്? റിഫ്ലെക്സീവ്. ആദ്യം എന്തായിരിക്കണം? അത് റിഫ്ലെക്സീവ് ആവണം, പിന്നെ എന്താണ്? സിമെട്രിക് ആവണം, പിന്നെ ട്രാൻസിറ്റീവ് ആവണം. ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ റിലേഷൻ ഈസ് എൻ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് നോക്കാം. റിഫ്ലെക്സീവിൽ എന്താ പറയുന്നത്? ഫോർ എവറി, അപ്പൊ ഡെഫിനേഷൻ പറയുന്നത് ഫോർ എവറി എ ബിലോങ്സ് ടു സെഡ് എന്ന് പറഞ്ഞാൽ എ എന്തായിരിക്കണം? ബിലോങ്സ് ടു ആർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു സെഡ് ആണെങ്കിൽ നമുക്ക് എ അല്ലല്ലോ, അവിടെ എക്സ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ എക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് ബിലോങ്സ് ടു സെഡ് ആണെങ്കിൽ നമുക്ക് എക്സ് മൈനസ് എക്സ് എന്ത് കിട്ടും? ഈക്വൽ ടു 0 കിട്ടിയല്ലോ. ഈസ് എൻ എന്താണ്? ഇൻറ്റീജർ. അപ്പൊ എക്സ് മൈനസ് എക്സ് എന്താണ്? ഇൻറ്റീജർ ആണ്. അപ്പൊ തന്ന കണ്ടീഷൻ എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. therefore we can say that xx belongs to R, therefore R is reflexive. R is reflexive. അപ്പൊ റിഫ്ലെക്സീവോടെ നമുക്ക് സുഖമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അടുത്ത കണ്ടീഷൻ എന്താണ്? സിമെട്രിക്. സിമെട്രിക് ആവണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? നമ്മുടെ ഡെഫിനേഷൻ എന്താ പറയുന്നത്? For every AB belongs to R, BA എന്തായിരിക്കണം? Also belongs to R. AB belongs to R implies BA എന്തായിരിക്കണം? Belongs to R ആയിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം XY എടുത്ത് നോക്കാം. XY belongs to R ആയി. അപ്പോൾ XY belongs to R ആണെങ്കിൽ തന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താണ്? X minus Y is an integer ആണല്ലോ അല്ലെ? എക്സ് വൈ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. കോർഡിനേറ്റ് നമ്മൾ എക്സ് വൈ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എക്സ് മൈനസ് വൈ നമുക്ക് ഇൻറ്റീജർ ആയിരിക്കണം. ഇനി ഇൻറ്റീജർ ആവണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാലോ, നെഗറ്റീവ് ഓഫ് എക്സ് മൈനസ് വൈയും എന്തായിരിക്കും? ഈസ് എൻ ഇൻറ്റീജർ ആവുമല്ലോ അല്ലെ? അപ്പോ ഈ നെഗറ്റീവ് എക്സ് മൈനസ് വൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്തായി മാറും? വൈ മൈനസ് എക്സ് ഈസ് എൻ ഇൻറ്റീജർ എന്ന് കിട്ടും. ഈ y മൈനസ് എക്സ് ഇൻറ്റീജർ ആണ്. ഈ കണ്ടീഷൻ നോക്കി നോക്കൂ. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വൈ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ഫോർ എവറി എക്സ് വൈ ബിലോങ്സ് ടു ആറിന് എന്ത് ഇംപ്ലൈസ് ആണ്? വൈ എക്സ് ബിലോങ്സ് ടു ആർ ആണ്. therefore നമുക്ക് എന്ത് പറയാം? ആർ ഈസ് സിമെട്രിക്. ഇപ്പൊ 2 കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയി. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ട്രാൻസിറ്റീവ് അല്ലെ? മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവും കൂടി ആവണം. ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ നമ്മുടെ ഡെഫിനേഷൻ എന്താ പറയുന്നത്? എക്സ് വൈ ബിലോങ്സ് ടു ആർ ആൻഡ് വൈ സെഡ് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ഇംപ്ലൈസ് എന്തായിരിക്കണം? എക്സ് സെഡ് ബിലോങ്സ് ടു ആർ ആയിരിക്കണം അല്ലെ? എന്ന് വെച്ചാൽ എ ബി, ഇവിടെ എക്സ് വൈ എടുത്തതാണ് കാരണം നമ്മൾ ഡെഫിനേഷൻ നമ്മൾ പഠിക്കുന്ന എ ബി ആണ്. എ ബി ബിലോങ്സ് ടു ആറും ബി സി ബിലോങ്സ് ടു ആറും ആണെങ്കിൽ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ അതെന്താണ്? ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം എക്സ് വൈ എടുത്തു നോക്കാം. എക്സ് വൈ ബിലോങ്സ് ടു ആറും അതേപോലെ തന്നെ വൈ സെഡ് ബിലോങ്സ് ടു ആറും ജസ്റ്റ് നമ്മൾ നോക്കി എടുത്തതാണിത്. ഒരു ടേമും കൂടി വേണമല്ലോ ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യാൻ. അപ്പൊ എക്സ് മൈനസ് വൈ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എക്സ് മൈനസ് വൈ ഈസ് എൻ ഇൻറ്റീജർ. കാരണം നമുക്ക് റിലേഷൻ അവിടെ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ പറയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? വൈ മൈനസ് സെഡും എന്തായിരിക്കണം? ഒരു ഇൻറ്റീജർ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇംപ്ലൈസ് എക്സ് സെഡ് ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സ് മൈനസ് വൈയും വൈ മൈനസ് സെഡും കൂടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് മൈനസ് വൈ ഗെറ്റ് ക്യാൻസൽ. എക്സ് മൈനസ് സെഡ് നമുക്ക് എന്താ കിട്ടുന്നത്? ഈസ് എൻ ഇൻറ്റീജർ എന്ന് കിട്ടി. അപ്പൊ അങ്ങ് ഇൻറ്റീജർ എന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സെഡ് ബിലോങ്സ് ടു ആർ.
അപ്പൊ നമ്മൾ ഏതൊക്കെ എടുത്തത് നോക്കി നോക്കൂ. XY ബിലോങ്സ് ടു R എടുത്തു ആൻഡ് YZ ബിലോങ്സ് ടു R എടുത്തു. അപ്പൊ അതിന്ന് നമുക്ക് കിട്ടിയത് എന്താണ്? XZ ബിലോങ്സ് ടു R. നമ്മുടെ ഡെഫിനേഷൻ എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. Therefore R is a transitive. നമുക്ക് എന്ത് പറയാം? R is transitive എന്ന് പറയാം. അപ്പൊ ഇത് 3 കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി. ഏതൊക്കെ? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, അതേപോലെ തന്നെ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. സിൻസ് 3 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് വി ക്യാൻ സേ ദാറ്റ് R is an equivalence relation. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതൊരിക്കലും എന്താവില്ല? ഈക്വലൻസ് റിലേഷൻ ആയിട്ട് വരില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ.